നമസ്കാരം കൂട്ടുകാരെ. അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ മിനി ഊട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, മലപ്പുറം ജില്ലയിൽ. വേങ്ങരയിൽ നിന്നൊരു 10 കിലോമീറ്റർ ദൂരത്തേക്ക് വരുന്ന മിനി ഊട്ടി. അപ്പോൾ ഒരു ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ എന്താ വെച്ചാൽ മെയിനായിട്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് നല്ല അടിപൊളി വൈബായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഏകദേശം ഇവിടെ നോക്കിയാലൊരു കുണ്ടൂട്ടി, മലപ്പുറം ഭാഗം, അങ്ങനെ ഒരുപാട് ഭാഗത്തേക്ക് നല്ല ക്ലിയർ വ്യൂ ആണ്. ഇപ്പം ഉച്ച സമയത്തായതുകൊണ്ട് അത്ര ഒരു കോടയൊന്നുമില്ല. ശരിക്കും രാവിലെയും വൈകിട്ടാണ് ഇവിടെ എത്തുന്നതെങ്കിൽ അടിപൊളി കോടമഞ്ഞൊക്കെ ഇറങ്ങി നമ്മൾ വയനാട്ടിലൊക്കെ പോയ അതേ ഫീലിംഗ് ആയിരിക്കും. പിന്നെ ഒന്നാമത് നല്ല അറ്റ്മോസ്ഫിയർ, ചെറിയ തണുത്ത കാറ്റൊക്കെയാണ്. പിന്നെ ഇതിൽ ജയൻറ്റ് വീൽ അങ്ങനത്തെ ഒരുപാട് അഡ്വഞ്ചർ ഐറ്റംസും ഉണ്ട്. പിന്നെ ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ നമുക്ക് കയറിക്കഴിഞ്ഞാൽ പേടിച്ചു പോകും. അത് അടിപൊളിയാണ്, കണ്ടില്ലേ? പേടിച്ചിട്ട് ആൾക്കാർ വെച്ചുണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു വേറൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഗ്ലാസ് ബ്രിഡ്ജ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റത്തേലാണ് ആദ്യം വന്നത്. പിന്നെ ഒരു സ്നേക്ക് പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടി ഉണ്ട്. അവിടെ ഈ ഒരു മങ്കി, പോക്കറ്റ് മങ്കി എന്ന് പറഞ്ഞൊരു ഒരു ജീവിയുണ്ട്. അത് ചെറിയൊരു അണ്ണാനൊക്കെ പോലത്തെ ഒരു സാധനമാണ്. ഞാൻ അടുത്ത് പോയപ്പോൾ ഓടി വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഭക്ഷണം എന്താ കിട്ടും വിചാരിച്ചായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ചെറിയൊരു അണ്ണാൻ്റെ ഒക്കെ അത്ര ഒരു രൂപത്തിലുള്ളൊരു സാധനമാണിത്. പിന്നെ ഇഗ്വാന എന്ന് പറഞ്ഞാൽ ഓന്തിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. ചെടീൻ്റെ ഉള്ളിലുണ്ടൊരു പച്ചയും, പിന്നെ അതിൻ്റെ ഗ്രില്ലിൻ്റെ മുകളിലൊരു വേറൊരു ടൈപ്പ് സാധനമുണ്ട്. പിന്നെ എമുണ്ട്, പക്ഷി, അങ്ങനത്തെ കുറേ പക്ഷികളൊക്കെ ഉണ്ട് അവിടെ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്ന സ്ഥലമാണ്. നമുക്കിപ്പം കോഴിക്കോട് നിന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു മ്യൂസിയം കൂടി ഉണ്ട് കേട്ടോ. മ്യൂസിയം ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരുപാട് ഈ പ്രാചീന കാലത്തുള്ള ഈ ടെലിഫോണ്, അതുപോലെ ചില ലൈസൻസുകളൊക്കെ ഉണ്ട്. കാളവണ്ടി ലൈസൻസ്, പിന്നെ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇതിപ്പം കാണിക്കുന്നത് റേഡിയോ ലൈസൻസാണ്. അതുപോലെ സൈക്കിൾ ലൈസൻസ്, കാളവണ്ടി ലൈസൻസ്. ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ലൈസൻസ് ഉണ്ട്, അതുപോലെ പണ്ട് കാലത്തെ ലൈസൻസുകളുണ്ട്. മനോരമൻ്റെ ആദ്യത്തെ പ്രസിദ്ധീകരണമാണ്. പിന്നെ നാണയങ്ങളുണ്ട്, ചക്രങ്ങൾ, ഉന്തുവണ്ടികളുണ്ട്, പിന്നെ ടൈപ്പ് റൈറ്റർ, റേഡിയോ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ പട്ടാളക്കാർ ഉപയോഗിച്ച തൊപ്പി, ഓരോ ബാഗേജ് കാര്യങ്ങൾ, പഴയ നോട്ടുകൾ, അങ്ങനെ ടൈപ്പ് റൈറ്റർ ഉണ്ടല്ലേ, ഇതാണ് ടൈപ്പ് റൈറ്റർ വരുന്നത്. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു മെയിൻ സാധനം. ഇതിപ്പോൾ ആ ഒരു ഗുണ കേവ് എന്ന് പറഞ്ഞൊരു അതിൻ്റെ ഒരു തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതൊരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു മ്യൂസിയമാണിത്. ഈ മ്യൂസിയം ഉണ്ടല്ലോ, ഇത് ബറ്റാലിയൻസ് ഉപയോഗിച്ചാണ്, പണ്ട് കാലത്ത് ഉപയോഗിച്ച പട്ടാളക്കാരതാണ്. അവരെ മറൈൻസിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഏറ്റവും വലിയ വിത്ത്, അതാണ് പോലും ലോകത്തിലെ ഏറ്റവും വലിയ വിത്താണ് പോലും ഇത്. അപ്പം ഇത് കുഴപ്പമില്ലാത്തൊരു നല്ലൊരു അഡ്വഞ്ചർ സ്ഥലം കൂടി. നമുക്ക് ഫണ്ണിനാണെങ്കിൽ ഫണ്ണുണ്ട്, പിന്നെ എൻജോയ്മെൻറ്റിനാണ് അതുണ്ട്. പിന്നെ കൂടുതൽ അറിവ് നേടണമെങ്കിൽ അങ്ങനെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ ഏകദേശം വൈകിട്ട് വരെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അഡ്വഞ്ചർ സ്പോർട്സുകളും ഉണ്ട് ഇവിടെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മിനി ഊട്ടി എന്ന് പറയുന്ന സ്റ്റേഷൻ കിട്ടും കറക്റ്റ്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക വീഡിയോ.